നിങ്ങൾ ഹാപ്പിയാണോ? ഇങ്ങനെ ആരെങ്കിലും നിങ്ങളോടൊന്ന് ചോദിച്ചിട്ട് എത്ര നാളായി കാണും? ഇപ്പോഴാണോ നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തെക്കുറിച്ച് ഓർക്കുന്നത്? ഈ കാലത്ത് അതൊക്കെ ശ്രദ്ധിക്കാൻ ആർക്കും സമയമില്ലല്ലേ. തിരക്ക് പിടിച്ച ജീവിത രീതിയാണ് ഒരു പരിധിവരെ അതിനൊക്കെ കാരണം. ഇന്ന് നമുക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ആളുകളുടെ ലിസ്റ്റ് വെച്ച് റാങ്കിങ്ങിൽ ആദ്യം നിൽക്കുന്ന 9 രാജ്യങ്ങളെ പറ്റിയൊന്ന് നോക്കിയാലോ? വീഡിയോയിലേക്ക് കടക്കും മുൻപ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 9ാം സ്ഥാനത്തുള്ളത് സ്വിറ്റ്സർലാൻഡ് ആണ്. ഏതൊരു രാജ്യത്തെയും ജനങ്ങൾ സന്തോഷവാന്മാരാകുന്നത് അവിടുത്തെ സാഹചര്യങ്ങളും സംരക്ഷണവും ഒക്കെ കൊണ്ടാണല്ലേ. സ്വിറ്റ്സർലാൻഡിന്റെ ഭൂപ്രകൃതി വളരെ മനോഹരമാണ്. അതുപോലെ തന്നെ അവിടുത്തെ മനുഷ്യർക്ക് തമ്മിലുള്ള ഒത്തൊരുമ അത്രത്തോളമാണ്. പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടിയുള്ള കർശനമായ നിയമങ്ങളും വർക്കേഴ്സ് തന്നെ മുൻകൈയെടുത്ത് നടത്തുന്ന കോപ്പറേറ്റീവ് സംരംഭങ്ങളും ഒക്കെ കൊണ്ട് അവിടുത്തെ ആളുകൾക്ക് താരതമ്യേന സ്ട്രെസ് ഫ്രീ ആയുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് ഉള്ളത്. 8ാം സ്ഥാനത്തുള്ളത് ലക്സംബർഗ് ആണ്. ഫ്രാൻസ്, ജർമ്മനി, ബെൽജിയം എന്നീ രാജ്യങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ രാജ്യം 2023 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം 9ാം സ്ഥാനത്തായിരുന്നു. സാമ്പത്തിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ മികച്ച സേവനങ്ങൾ ലഭ്യമാക്കുന്ന ഈ രാജ്യത്ത് ഹൈ പേയിങ് ജോബ്സും അവൈലബിൾ ആണ്. മൈനോറിറ്റീസിനും ഇമിഗ്രൻസിനും ഒക്കെ ഈ രാജ്യത്ത് യാതൊരു പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നിട്ടില്ല. 7ാം സ്ഥാനത്തുള്ളത് നോർവേ ആണ്. ഉയർന്ന റാങ്ക് അല്ല ലഭിച്ചതെങ്കിലും താരതമ്യേന എല്ലാവരിൽ നിന്നും നല്ല സന്തോഷവും സമാധാനമുള്ള ജനങ്ങളാണ് നോർവേയിലുള്ളത്. പ്രോഗ്രസീവ് പൊളിറ്റിക്സ്, ജെൻഡർ ഇക്വാലിറ്റി, സിവിൽ ലിബർട്ടീസ്, ജനറസ് വെൽഫെയർ സ്റ്റേറ്റ്സ് എന്നിങ്ങനെ ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ആണ് ഇവിടുത്തെ ആളുകൾ ഫോളോ ചെയ്യുന്നത്. 6ാം സ്ഥാനത്തുള്ളത് നെതർലാൻഡ്സ് ആണ്. വ്യക്തി സ്വാതന്ത്ര്യം, ഫാമിലി വാല്യൂസ്, ഇക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ് എന്നിങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു രാജ്യം തന്നെയാണ് നെതർലാൻഡ്സ്. ഹോസ്പിറ്റാലിറ്റിയുടെ കാര്യത്തിലും കൾച്ചറൽ ഹെറിറ്റേജിന്റെ കാര്യത്തിലും ഒക്കെ അറിയപ്പെടുന്ന ഈ രാജ്യം സമാധാനത്തിനും സന്തോഷത്തിനും ഒക്കെ പേരുകേട്ടതാണ്. 5ാം സ്ഥാനത്തുള്ളത് ഇസ്രായേലാണ്. ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ വളരെ അധികം പ്രാധാന്യം കൊടുക്കുന്ന ഈ രാജ്യത്ത് വ്യക്തി സ്വാതന്ത്ര്യം എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയി തന്നെ കാണുന്ന ഒന്നാണ്. എങ്കിലും നിലവിലെ പ്രശ്നങ്ങൾ കാരണം ഇസ്രായേലിന്റെ ഈ സ്ഥാനത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. 4ാം സ്ഥാനത്തുള്ളത് സ്വീഡനാണ്. ഒരു കാര്യങ്ങളും ആരുടെയും മുകളിൽ അടിച്ചമർത്തപ്പെടുത്താത്ത രീതിയിലുള്ള ഒരു മുന്നോട്ട് പോക്കാണ് ഈ രാജ്യത്തുള്ളത്. അതിനോടൊപ്പം തന്നെ പ്രകൃതിയെയും പരിഗണിച്ചുകൊണ്ടുള്ള നിയമങ്ങളാണ് ഇവിടെയുള്ളത്. 3ാം സ്ഥാനത്തുള്ളത് ഐസ്ലാൻഡ് ആണ്. ലാൻഡ് ഓഫ് ഫയർ ആൻഡ് ഐസ് എന്നറിയപ്പെടുന്ന ഈ രാജ്യം അവിടുത്തെ എഡ്യൂക്കേഷൻ, ജെൻഡർ ഇക്വാലിറ്റി, മിനിമൽ കറപ്ഷൻ, മികച്ച എക്കോണമി എന്നീ കാര്യങ്ങളിലാണ് അറിയപ്പെടുന്നത്. 2ാം സ്ഥാനത്തുള്ളത് ഡെൻമാർക്കാണ്. ഫിൻലാൻഡിന് ശേഷമാണ് ലിസ്റ്റിൽ വരുന്നതെങ്കിലും ഹാപ്പിനെസ് റിപ്പോർട്ടിൽ 2ാം സ്ഥാനത്ത് തന്നെ ഡെൻമാർക്കുണ്ട്. ഫ്രീ ആയുള്ള ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ പ്രിവിലേജസ്, ചൈൽഡ് കെയർ സബ്സിഡീസ് തുടങ്ങി പാരന്റൽ ലീവ് പോലുള്ള മികച്ച ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാനായി സാധിക്കും. ലിസ്റ്റിലെ 1ാം സ്ഥാനത്തുള്ള ഏറ്റവും സന്തോഷകരമായ രാജ്യം ഫിൻലാൻഡ് ആണ്. ഇവിടുത്തെ ആളുകൾക്ക് സുരക്ഷിതമായൊരു ലൈഫ് മുൻപോട്ട് കൊണ്ടുപോകാനും പരസ്പരം റെസ്പെക്ട് ചെയ്ത് ആവശ്യമായ ബേസിക് കാര്യങ്ങൾ ഒരുക്കാനുമൊക്കെ ഈ സ്ഥലത്തെ ഗവൺമെന്റിന് സാധിക്കുന്നത് കൊണ്ടും അവിടെയുള്ള ആളുകളുടെ ലിവിംഗ് സ്റ്റൈൽ കൊണ്ടുമൊക്കെയാണ് ഇവർ ലിസ്റ്റിൽ 1ാമതെത്തിയത്. അപ്പോൾ ഇതൊക്കെയാണ് ലോകത്തിലെ ടോപ്പ് ഹാപ്പിയസ്റ്റ് കൺട്രീസ്. സന്തോഷവാന്മാരായിരിക്കേണ്ടത് എപ്പോഴും അത്യാവശ്യമാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ നേരെയാകുമ്പോഴാണ് ഒരു രാജ്യത്തെ ജനതയ്ക്ക് അവരുടെ സന്തോഷം വർദ്ധിക്കുന്നത്. ഇതിൽ 147 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ നിൽക്കുന്നത് 118ാം സ്ഥാനത്താണ് എന്നതുകൂടി നാം ഏറെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. നിങ്ങൾക്ക് താമസിക്കണം അല്ലെങ്കിൽ പോയി ഒരിക്കലെങ്കിലും കാണണമെന്ന് ആഗ്രഹമുള്ള ഒരു രാജ്യം ഏതാണെന്ന് കമന്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യൂ. ഇനിയും ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.